welcome to ASHA'S Creative Pep. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്ലാന്ററിന്റെ ഐഡിയ ആയിട്ടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഒരുപാട് പ്ലാന്റേഴ്സ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ നേരത്തെ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് വോയിസ് ക്ലിയർ ആയില്ല. അതുകൊണ്ട് എനിക്ക് ഒന്നും കൂടെ ഈ വീഡിയോന്റെ റീടേക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഈ പോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിന്റെ മുകളിലാണ്. മാക്രമയുടെ ത്രെഡും അതുപോലെ തന്നെ നമ്മുടെ സാധാരണ റോപ്സ് ഉണ്ടാവില്ലേ, കളറുള്ള റോപ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഈ പ്ലാസ്റ്റിക് ഷോപ്പിൽ, അങ്ങനെ കിട്ടിയ ഒരു റോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലത്തെ രണ്ട് പ്ലാന്റേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാണുന്നതും അതുപോലെ തന്നെ മാക്രമയുടെ റോപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയതാണ്. ജസ്റ്റ് ഈ പോർഷനിൽ കൊടുത്തിരിക്കുന്ന റോപ്പിന്റെ കളറൊന്ന് വ്യത്യാസമായെന്നേ ഉള്ളൂ. അപ്പം എൻ്റെ വീട്ടിൽ ഉണ്ടാവുന്ന എല്ലാ പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് സാധാരണ പതിവ്. അത് എന്നെ സഹായിക്കുന്ന ഒരു സീക്രട്ട് വെപ്പൺ ഉണ്ട്, അതാണ് എൻ്റെ ഈ ഗ്ലൂ ഗൺ. അപ്പോൾ ഇങ്ങനൊരു ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആണ്. അപ്പോൾ ഈ കാണുന്നത് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റാണ്. അതിൻ്റെ പുറത്ത് കാണുന്നത് ഈ കയറുകൊണ്ട് ചെയ്തിരിക്കുന്നത് ഒരു വാട്ടർ ക്യാനായിരുന്നു. അത് നമ്മുടെ ഈ വാട്ടർ ഡിസ്പെൻസർ ഉണ്ടാവില്ലേ, നമ്മൾ ക്യാൻ വെച്ചിട്ട് പിന്നെ ഈ ടാപ്പിൽ വെള്ളം എടുക്കണേ, അങ്ങനത്തതാണ്. ഇത് ഞാൻ കയറുകൊണ്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ച ശേഷം അതിൻ്റെ പോട്ട് സ്റ്റാൻഡും അതുപോലെ തന്നെ ഈ പിന്നെ കയറുകൊണ്ട്, ചകിരി കയറുകൊണ്ട് ഇതുപോലെ കവർ ചെയ്തതാണ് ഈ കാണുന്നത്. അല്പം ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് വേസ്റ്റിനെ ക്രിയേറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ഈ പ്ലാന്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ ഹാൻഡിലിൻ്റെ താഴ്വശത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ ബക്കറ്റ് ഇവിടെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാന്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ പ്ലാന്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലൊരു ബക്കറ്റാണ്. പിന്നെ നമുക്ക് ഹോട്ട് ഗ്ലൂ ഗൺ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള റോപ്പാണ് കേട്ടോ. ഏത് കളറിലുള്ള റോപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ മാക്രമയുടെ റോപ്പും അതിൻ്റെ ഇടയ്ക്ക് ഒരു കളർ ചേഞ്ചിനായിട്ട് ഇതുപോലെ ഒരു റോപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് മാർക്കറ്റിൽ സാധാരണയായിട്ട് കിട്ടുന്ന ഒരു ഗ്രേ കളറിൽ ചെറുതായിട്ടൊരു യെല്ലോയിഷ് ഗോൾഡൻ കളറിലുള്ള ചെറിയ ഡിസൈനുള്ള ഒരു റോപ്പാണ് കേട്ടോ ഇത്. അപ്പം ഇത് നമുക്ക് സാധാരണയായിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന റോപ്പാണ്. അപ്പോൾ ഈ രണ്ട് റോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ പ്ലാന്റർ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗ്ലൂ ഗൺ ഇവിടെ ചൂടായിട്ടിരിക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് ആദ്യം തന്നെ താഴ്വശത്ത് നിന്ന് ഒട്ടിച്ചു തുടങ്ങണം. ഇത് ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ആദ്യം ഗ്ലൂ ഇങ്ങനെ ഒട്ടിക്കണം. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും ഒരു 2-3 റോ ഇതുപോലെ തന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മാക്രമയുടെ റോപ്പ് ഞാൻ വാങ്ങിക്കാറുള്ളത് സാധാരണ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നാണ്. ഓൺലൈനിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഞാൻ നോക്കിയപ്പോൾ അതിന് ഭയങ്കര വിലയാണ്. ഹാർഡ്വെയർ ഷോപ്പിൽ വളരെ റീസണബിൾ ആയിട്ട് നമുക്ക് ഒരുവിധം എല്ലാ സൈസിലും ഡിഫറെൻറ്റ് സൈസസിലുള്ള മാക്രമേ കിട്ടും. അതിൻ്റെ കൂടെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കൂടെ കിട്ടും കേട്ടോ. ഈ ഇടയ്ക്ക് ഞാൻ ഷോപ്പിൽ പോയി നോക്കിയപ്പോൾ അവിടെ ബ്ലാക്ക് കളറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബ്ലാക്ക് ഉണ്ട്, യെല്ലോ കിട്ടും, ചില സ്ഥലത്ത് റെഡ് കൂടെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഡൈ ചെയ്തിട്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ ഏറ്റവും താഴത്തെ ഒരു ലെയർ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു 3 ലെയർ നമുക്ക് ഒട്ടിച്ച് തന്നെ ആദ്യം ഫിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടുള്ളത് വെറുതെ ചുറ്റിയാൽ മതിയാവും. പിന്നെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഗ്ലൂ ചേർത്താൽ മതി കേട്ടോ. നമ്മൾ ഇതുപോലെയുള്ള പ്ലാന്റർ നമ്മൾ ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ നല്ല വിലയാണ്. എന്നാൽ അതേ സമയത്ത് നമ്മൾ ഈ പ്ലാന്റർ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള ബക്കറ്റ് അല്ലെങ്കിൽ പൊട്ടിയിട്ടുള്ള ബക്കറ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്ലാന്റേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അങ്ങനെ നിറയെ പ്ലാന്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് ഡിസ്പോസലൊക്കെ ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സമയമല്ലേ. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഇത് നമുക്കൊരു വലിയ ആശ്വാസമാണ്. ഒരുപാട് കാശ് ചിലവാക്കാതെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റേഴ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. ഇതിൻ്റെ 2 ലെയർ ഞാൻ ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം. വളരെ എളുപ്പമായിട്ട് വിത്തിൻ നോ ടൈം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റേഴ്സ് ആട്ടോ ഇതൊക്കെ. ഇനി ഇതിലൊരു പ്ലാന്റ് സ്റ്റാൻഡ് ഉണ്ടാവില്ലേ, ഈ പോട്ട് സ്റ്റാൻഡ്സ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ
നല്ല ഭംഗിയാണ്. നമുക്കധികം എന്താ പറയുക, അതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയണത് തന്നെ ഭയങ്കര രസമാണ്. ഇവിടെ വോയിസ് റെക്കോർഡ് ആയില്ല, അതുകൊണ്ട് ഞാൻ പിന്നീടാണ് ഇതിൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം മാക്രമേയുടെ റോപ്പ് നമ്മളിവിടെ ഓൾമോസ്റ്റ് ചുറ്റി തീരാറായിട്ടുണ്ട്. അത് തീരാറാവുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ 2-3 ലെയർ നന്നായിട്ട് ഒട്ടിച്ചിട്ട് അതിനൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ റോപ്പിൻ്റെ എൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പം അവിടെ ഒന്ന് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെൻറ്റ് കളറുള്ള റോപ്പ് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ഗ്രേ കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആ റോപ്പും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു 2-3 ലെയർ മുഴുവനായിട്ട് ഒട്ടിച്ച് ഫിക്സ് ചെയ്ത ശേഷം ബാക്കിയുള്ളത് ചുറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് തന്നെ മോൾവശവും അതുപോലെ തന്നെ ഒരു 2-3 ലെയർ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഈ ഗ്രേ കളർ റോപ്പിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. ചകിരിയുടെ കയറാണെങ്കിൽ നല്ല കോമ്പിനേഷൻ ആയിരിക്കും, കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ എൻഡ് വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് മുറിച്ചു മാറ്റാം. അപ്പോൾ നമ്മളുടെ ബ്യൂട്ടിഫുൾ പ്ലാന്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞ ചിലവിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലാന്ററാണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡു നോട്ട് ഫർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. വീണ്ടും ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ തൽക്കാലത്തേക്ക് ബൈ.